നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ കേരളത്തിന് പുറത്തേക്ക് കടക്കാനായിരുന്നു ബോബിയുടെ നീക്കം. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമാകുന്നതുവരെ ഒളിവിൽ പോകാനുള്ള ബോബിയുടെ ശ്രമം പോലീസ് പൊളിക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടെ മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന ബോബിയുടെ വാഹനത്തിന് കുറുകെ വാഹനം നിർത്തിയിട്ട് പോലീസ് സംഘം തടസ്സം സൃഷ്ടിച്ചു. തുടർന്ന് നാടകീയമായി കസ്റ്റഡിയിലെടുത്തു. പുത്തൂർ വയൽ AR ക്യാമ്പിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ആദ്യം കൊണ്ടുപോയത്. അരമണിക്കൂറിന് ശേഷം പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ബോബിയുമായി കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, നടിയുടെ പരാതി കിട്ടി മണിക്കൂറുകൾക്കകം അതിവേഗ നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത് എങ്ങനെ? ഹണി റോസ് മുഖ്യമന്ത്രിയോടക്കം സംസാരിച്ചതിൻ്റെ ഒരു ബലം കൂടിയാണ് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിന് യാതൊരു സൂചനയും കൊടുക്കാതെ, ബോബി ചെമ്മണ്ണൂരിന് മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അനുവദിക്കാതെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ആ വാഹനം തടഞ്ഞ് പിന്നീട് പുത്തൂർ വയൽ ക്യാമ്പിൽ എത്തിച്ച ശേഷം പിന്നീട് പോലീസ് ജീപ്പിൽ കയറ്റിയാണ് വയനാട് പുത്തൂർ വയലിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ഈ AR ക്യാമ്പിൽ വയനാട്ടിലെ പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പിനകത്ത് ഏതാണ്ട് 20 മിനിറ്റോളം വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് വാഹനമാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. വയനാട് എസ്പിയുടെയും ഒപ്പം തന്നെ കൊച്ചിയിലെത്തിയ സംഘം പോലീസും ഇവർ രണ്ടുപേരും ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒരു നാടകീയമായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ഈ വാഹനം അടക്കം തടഞ്ഞുകൊണ്ടൊരു നാടകീയമായ നീക്കമാണ് ഉണ്ടായത്. ഏതായാലും ബോബി മറ്റ് എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ പിന്നീട് പോലീസിനോടൊപ്പം ആദ്യം ക്യാമ്പിലേക്ക് പോയി. പിന്നീട് ആ ക്യാമ്പിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് പോയി. ഉദ്ദേശം 12 മണിയോട് തന്നെ ഈ ക്യാമ്പിൽ നിന്ന് പോലീസ് മറ്റ് അകമ്പടി വാഹനങ്ങളൊന്നുമില്ലാതെ തന്നെ ബോബിയെയും കയറ്റി കാറ് പിന്നിടുകയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ചുരം പിന്നിട്ട് പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് വാഹനം പ്രവേശിക്കുകയും ചെയ്തു. ഏതായാലും ബോബിയുടെ 900 കണ്ടി ബോച്ചെ 1000 ഏക്കേഴ്സ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് വെച്ചാണ് കസ്റ്റഡി ഉണ്ടായത്. ബോബി കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തിയത്. ഈ വിവാദമുണ്ടായ ദിവസങ്ങളിലൊന്നും ബോബി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ബോബി എത്തിയെന്ന് വേണം കരുതാൻ. ഏതായാലും ബോബിക്ക് മറ്റു തരത്തിലുള്ള സാവകാശങ്ങൾ ഒന്നും നൽകാതെ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള വൈദ്യപരിശോധനയോ മറ്റ് നടപടികളോ ഇവിടെ വെച്ച് ഉണ്ടായിട്ടില്ല. ഏതായാലും കൊച്ചിയിൽ എത്തിയ ശേഷമായിരിക്കും ബാക്കി നടപടികൾ. മാത്രമല്ല ബോബി മാധ്യമങ്ങളോട് ഇടപഴകാതിരിക്കാൻ, അത്തരത്തിലുള്ള കമന്റുകളൊന്നും നടത്താതിരിക്കാൻ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിച്ചാണ് പോലീസ് ബോബിയെ കൊണ്ടുപോയത്. വാഹനത്തിൻ്റെ ഗ്ലാസൊക്കെ പൂർണ്ണമായിട്ടും ഉയർത്തിയ ശേഷം മാത്രവുമല്ല ബോബി ദൃശ്യങ്ങൾ പകർത്തുന്നതിനും 2 പോലീസുകാർ അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് 2 ഭാഗത്തായി ഇരുന്നു കൊണ്ട് അതിനുള്ള തടസ്സമടക്കം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ മറ്റ് മാധ്യമങ്ങളോടുള്ള പ്രതികരണം അടക്കം മുടക്കിക്കൊണ്ടാണ് ബോബിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഏതായാലും ബോബിയുടെ അറസ്റ്റ് വളരെ അവിചാരിതമായിരുന്നു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ബോബിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കാരണം ഇത്തരമൊരു നീക്കം നടക്കും എന്നുള്ള യാതൊരു സൂചനയും കിട്ടാതെ ഒരു പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്ക് തന്നെ ഇവർ വയനാട്ടിലെത്തി എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. അത്തരത്തിൽ ചടുലമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രജില.